ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 വീഡിയോസുകളിലായിട്ട് നമ്മൾ പാർട്സ് ഓഫ് ബ്രെയിൻ എന്ന ടോപ്പിക്ക് എങ്ങനെ കോഡ് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സെറിബ്രം, ഹൈപ്പോതലാമസ് എന്നിവയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നുള്ള വീഡിയോയിൽ ബാക്കിയുള്ള പാർട്സായ സെറിബെല്ലം, തലാമസ്, മെഡുല്ല ഒബ്ലാങ്കട്ട എന്നിവ എങ്ങനെ കോഡ് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ അതുകൂടെ ഒന്ന് നോക്കണേ. തലാമസ് സെറിബ്രത്തിൻ്റെ താഴെയുള്ള ഭാഗം, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്ന ഭാഗം. വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം. നമുക്കിനി കോഡ് നോക്കാം. ആ തല നീറി വേദനിച്ചു. ഇനി ഇത് ഓരോന്നും എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ആവേഗങ്ങൾ, തല തലാമസ്, നീറി നിദ്ര, റിലേ സ്റ്റേഷൻ, വേദനിച്ചു വേദനാസംഹാരികൾ. കോഡ് ഒന്നും കൂടെ പറയാം. തല നീറി വേദനിച്ചു. ഇനി അടുത്ത പാർട്സ് നോക്കാം. സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം, മദ്യം ബാധിക്കുന്ന ഭാഗം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നു. പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം. ഇനി ഇതിൻ്റെ കോഡ് നോക്കാം. മദ്യപിച്ച് ബെല്ലാ ബെല്ലാ പാട്ടുപാടി ബെല്ലും ബ്രേക്കും ഇല്ലാതെ മസിൽ കാണിച്ച് നടക്കുക. കല്യാണരാമൻ ഫിലിമിലെ ഇന്നസെൻറ്റിൻ്റെ സീനൊന്ന് ഓർത്താൽ മതി, പെട്ടെന്ന് കണക്റ്റ് ആകും. മിസ്റ്റർ പൂഞ്ഞിക്കരയുടെ. ഇനി നമുക്ക് ഓരോന്നും കണക്റ്റ് ചെയ്യാം. മദ്യപിച്ച് മദ്യം ബാധിക്കുന്ന ഭാഗം, ബെല്ലാ ബെല്ല സെറിബെല്ലം, ബെല്ലും ബ്രേക്കും തുലനാവസ്ഥ. ബെല്ലും ബ്രേക്കും ഇല്ലാതാവുമ്പോൾ നമുക്ക് തുലനാവസ്ഥ ഇല്ലാന്ന് കണക്റ്റ് ചെയ്യാം. മസിൽ പേശി പ്രവർത്തനം. കോഡ് ഒന്നും കൂടെ പറയാം. മദ്യപിച്ച് ബെല്ലാ ബെല്ലാ പാട്ടുപാടി ബെല്ലും ബ്രേക്കും ഇല്ലാതെ മസിൽ കാണിച്ച് നടക്കുക. നെക്സ്റ്റ് മെഡുല്ല ഒബ്ലാങ്കട്ട ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഛർദി, തുമ്മൽ, ചുമ എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗം. ഇനി നമുക്ക് കോഡ് നോക്കാം. മെഡൽ കിട്ടിയ അച്ചുവിനെ ഹൃദയേശ്വരൻ ചതിച്ചു. ഇനി ഓരോന്ന് എങ്ങനെ കണക്ട് ചെയ്യാം നോക്കാം. മെഡൽ, മെഡുല്ല, അച്ചു എന്നുള്ളത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഹൃദയേശ്വരൻ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. ചതിച്ചു എന്നുള്ളത് ഛർദി, തുമ്മൽ, ചുമ എന്നിവയുമായി കണക്ട് ചെയ്യാം. ഈ 3 കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഏത് കോഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.